Hello friends, welcome to Civil Tree. ഇന്ന് നമ്മൾ കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ തന്നെ പാർട്ട് 4 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാർട്ടിൽ നിന്നാണ് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. First question, the loss of kinetic energy due to direct impact of two bodies depend on എന്താണ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് മാസ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻസ് നോക്കാം. ആദ്യം നമ്മുടെ മാസ് ഓഫ് ദ ടു ബോഡീസ്, ഓപ്ഷൻ ബി ദ ഇനീഷ്യൽ വെലോസിറ്റീസ് ഓഫ് ടു ബോഡീസ്, ഓപ്ഷൻ സി ഫൈനൽ വെലോസിറ്റീസ് ഓഫ് ടു ബോഡീസ് ആൻഡ് ഓപ്ഷൻ ഡി മാസ് ആൻഡ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റീസ് ഓഫ് ടു ബോഡീസ്. അപ്പോൾ നമ്മൾ മാസ് എന്ന് പറയുന്നത് എം ആയിട്ടും ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റി v1ഉം v2 ആയിട്ടും എടുക്കുകയാണെങ്കിൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഡ്യൂ ടു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഹാഫ് mv1 സ്ക്വയർ മൈനസ് ഹാഫ് mv2 സ്ക്വയർ എന്നുള്ളതാണ്. അതായത് ഇസ് ഈക്വൽ ടു ഹാഫ് mv1 സ്ക്വയർ മൈനസ് v2 സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? മാസും ഇതിൽ മാസിനെയും ഇനീഷ്യലും ഫൈനൽ വെലോസിറ്റീസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി മാസ് ആൻഡ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റീസ് ഓഫ് ടു ബോഡീസ് എന്നുള്ളതാണ് ആൻസർ വരിക. Next question, a projectile is fixed at an angle theta to the vertical. Its horizontal range will be maximum when theta is equal to. അപ്പോൾ നമുക്ക് ഒരു പ്രൊജക്ടൈലിൻ്റെ equation for horizontal range of a projectile with angle of projection theta and velocity u എന്ന് പറയുന്നത് r is equal to u square sin 2 theta by g എന്നുള്ള ആ ഒരു ഇക്വേഷൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. r is equal to u square sin 2 theta by g ഇതാണ്. അപ്പോൾ r മാക്സിമം ആവുന്നത് എപ്പോഴാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ r എപ്പോഴാണ് മാക്സിമം ആവുന്നത്? sin 2 theta 1 ആവുമ്പോഴാണ് r മാക്സിമം ആവുന്നത്. അതായത് 2 theta is equal to 90 ഡിഗ്രി വരുമ്പോഴാണല്ലേ സൈൻ തീറ്റ 90 ആകുമ്പോഴാണ് 1 വരുന്നത്. അപ്പം 2 തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി വരുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്നുള്ള ആംഗിളിൽ പ്രൊജക്ടൈൽ എറിയുമ്പോഴാണ് നമ്മളുടെ ഇങ്ങനെ ആ ഒരു 45 ഡിഗ്രി വരുമ്പോഴാണ് മാക്സിമം റേഞ്ച് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി 45 ഡിഗ്രി is the answer. Next one, the motion of a moving car is given by the equation a is equal to tq plus 3t square plus 5, where a is the acceleration in meter per second square and t is the time in seconds. The velocity of the car after 2 seconds will be. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ആക്സിലറേഷൻ്റെ ഒരു ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ടി ക്യൂബ് പ്ലസ് 3t സ്ക്വയർ പ്ലസ് 5 എന്നുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 സെക്കൻഡ്സിൽ വരുന്ന വെലോസിറ്റിയാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? dv/dt ആണ് അല്ലേ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം dv/dt ആണ്. ചേഞ്ച് ഓഫ് വെലോസിറ്റി പെർ ടൈം എന്നുള്ളതാണ് നമ്മളുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് നമുക്ക് തന്നിട്ടുള്ളത് എ ആണ്. നമുക്ക് വെലോസിറ്റി കാണുന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്നുള്ളത് ഇവിടുന്ന് നമുക്ക് എ ഡി ടി ഇസ് ഈക്വൽ ടു ഡി വി എന്ന് കിട്ടും. അപ്പോൾ ഇത് ബോത്ത് സൈഡ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ എ ഡി ടി എന്ന് പറയുമ്പം എ എന്ന് പറയുന്നത് ടി ക്യൂബ് പ്ലസ് 3t സ്ക്വയർ പ്ലസ് 5 എന്നുള്ളതാണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? ടി ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t⁴/4 വരും. 3t സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3t ക്യൂബ് ബൈ 3 എന്ന് വരും, പ്ലസ് 5t എന്ന് വരും. ഓക്കെ, ഇതിൽ ഈ വാല്യൂസ് നമുക്ക് 2 സെക്കൻഡ്സ് ടി എന്നുള്ള വാല്യൂ 2 സെക്കൻഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 22 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി 22 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മളുടെ ആൻസർ. വെലോസിറ്റി ഓഫ് ദ കാർ ആഫ്റ്റർ 2 സെക്കൻഡ്സ് എന്ന് പറയുന്നത് ഇവിടെ 22 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് ബേസിക് കൺസെപ്റ്റ് അറിയാമെന്നുള്ളതാണ് ഇവിടെ. ഫസ്റ്റ് എന്താണ് വെലോസിറ്റി ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നുള്ളത് നമുക്ക് അറിയെങ്കിൽ ആക്സിലറേഷൻ നമുക്ക്
ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് വെലോസിറ്റി കിട്ടുക എന്നുള്ളത് നമുക്ക് ധാരണ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A projectile projected in a horizontal plane has u is equal to 1 meter per second and alpha is equal to 45 degree. Its horizontal range is, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് horizontal range ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് u square 2 sin alpha അല്ലെങ്കിൽ 2 sin theta is equal 2 sin theta by g എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് u എന്ന് പറയുന്നത് 1 meter per second ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 1 square into sin 2 തീറ്റയ്ക്ക് പകരം ഇവിടെ ആൽഫ ആണുള്ളത്. സൈൻ 2 ആൽഫ എന്ന് പറയുമ്പോൾ ഇവിടെ സൈൻ 45 into 2 അതായത് സൈൻ 90 ആണ് വരുന്നത്. അതായത് 1 തന്നെയാണ് വരിക. ജി എന്ന് പറയുന്നത് 9.81 ആണ്. ഓക്കെ, സോ എന്തായിരിക്കും നമ്മുടെ ആൻസർ? 1 square into 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1/9.81 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. 1/9.81 മീറ്റർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. സോ ഓപ്ഷൻ ബി ആണ് 1/9.81 meter. Next question, if a body has a uniform circular motion, its അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ ആവുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ എ AT is equal to 0, option B AN is equal to 0, option C RPM is equal to 0, option D omega is equal to not constant. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? AT എന്താണ്, AN എന്താണ്, ഒമേഗ എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. AT എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ആണ്, AN എന്ന് പറയുന്നത് നോർമൽ ആക്സിലറേഷൻ, അതുപോലെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. അപ്പോൾ നമ്മൾ സർക്കുലർ മോഷൻ എന്താണെന്ന് പറഞ്ഞത്, സർക്കുലർ മോഷൻ ഇസ് എ മൂവ്മെന്റ് ഓഫ് എൻ ഒബ്ജെക്ട് along the circumference of a circle or rotation along a circular path. It can be uniform or non-uniform. അപ്പം യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ the object travels with a constant speed, hence the tangential acceleration will be 0. അല്ലേ? അപ്പം കോൺസ്റ്റന്റ് സ്പീഡിലാണ് നമ്മളുടെ യൂണിഫോം സർക്കുലർ മോഷനിൽ ആ ഒരു ബോഡി മൂവ് ചെയ്യുക. സോ അവിടെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ 0 ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ വരിക. സോ ഓപ്ഷൻ എ AT is equal to 0 എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if alpha is the angular acceleration and I is the moment of inertia, then the torque T is given by. അപ്പോൾ ടോർക്കിൻ്റെ എന്താണ് നമ്മളുടെ ഇവിടെ വരുന്നത് നമുക്ക് അറിയാം. ടോർക്ക് is equal to I alpha എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. ടോർക്ക് is equal to I alpha അല്ലേ? നമ്മൾ F is equal to ma എന്ന് പറയുന്ന പോലെ ഇവിടെ മൊമെന്റ് ഓഫ് മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. അതുപോലെ ആക്സിലറേഷന് പകരം ആംഗുലാർ ആക്സിലറേഷൻ ആൽഫയാണ് വരിക. അപ്പോൾ ടോ is equal to IA എന്നുള്ള ആ ഒരു ഇക്വേഷന് നമ്മൾ കണക്ട് ചെയ്ത് ആലോചിച്ചാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഡയറക്റ്റ് ഇമ്പാക്ട് എ ബോൾ ഓഫ് മാസ് 10 kg മൂവിംഗ് അറ്റ് 2 meter per second സ്ട്രൈക്സ് എ സ്റ്റേഷനറി ബോൾ ഓഫ് മാസ് 2 kg. The moving ball comes to rest after collision. The velocity of the second ball is എന്നുള്ളതാണ് ഓപ്ഷൻസ്. ഓപ്ഷൻ എ 12 meter per second, ഓപ്ഷൻ ബി 20 meter per second, ഓപ്ഷൻ സി 2 meter per second, ഓപ്ഷൻ ഡി 10 meter per second. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? രണ്ട് ബോൾസ് സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബോളിൻ്റെ kg എന്ന് പറയുന്നത് 10 kg ആണ്. അത് മൂവിങ് വിത്ത്, അതായത് M1 എന്ന് പറയുന്നത് 10 kg ആണ്. അതിൻ്റെ മൂവിങ് വിത്ത് വെലോസിറ്റി U1 എന്ന് പറയുന്നത് 2 meter per second ആണ്. അതുപോലെ എന്താണ്, അതൊരു സ്റ്റേഷനറി ബോളിനെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ആഫ്റ്റർ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് സ്ട്രൈക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണല്ലോ. സോ ആ ഒരു ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് V1 എന്ന് പറയുന്നത് 0 meter per second ആണ് വരിക. നെക്സ്റ്റ് M2 എന്ന് പറയുന്നത് സ്ട്രൈക്ക് ചെയ്യുന്ന ആ ബോളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 kg ആണ്. 2 kg. അതുപോലെ അത് എന്താണ്, സ്റ്റേഷനറി ആണ്. സോ അതിൻ്റെ U2 എന്ന് പറയുന്നത് 0 meter per second ആണ്. അപ്പം നമുക്ക് ആ ഒരു ബോള് മൂവ് ചെയ്ത് വന്നിട്ട് ആ സ്റ്റേഷനറി ബോളിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം ആ സെക്കൻഡ് ബോൾ മൂവ് ചെയ്യുന്ന V2 വെലോസിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. സോ U റെപ്രസെൻറ്റ്സ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയും V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ച് നോക്കുകയാണെങ്കിൽ M1 U1 plus M2 U2 is equal to M1 V1 plus M2
v2. ഈ ഇക്വേഷനിൽ നമുക്ക് നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ m1 എന്ന് പറയുന്നത് 10, u1 എന്ന് പറയുന്നത് 2 പ്ലസ് 2 ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു v2 ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് ആൻസർ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ വരും. സോ അങ്ങനെ നമ്മൾ സോൾവ് ചെയ്താൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓപ്ഷൻ ഡി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, stone of 1 kg is tied to a string of length 1 meter and whirled in a horizontal circle with a constant angular speed of 5 radian per second. The tension in the string is. അപ്പോൾ ഓപ്ഷൻ എ 5 ന്യൂട്ടൺ, ഓപ്ഷൻ ബി 10 ന്യൂട്ടൺ, ഓപ്ഷൻ സി 15 ന്യൂട്ടൺ, ഓപ്ഷൻ ഡി 25 ന്യൂട്ടൺ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനാണ് ഇവിടെ. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഹെൽപ്സ് ടു റിമെയിൻ ദ സ്റ്റോൺ ടൈഡ് ടു സ്ട്രിങ് ടു ഫോളോ ദ സർക്കുലർ മോഷൻ. ആ ഒരു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആണ് ആ ഒരു സ്റ്റോണിനെ എന്താണ് സർക്കുലർ മോഷനിൽ തന്നെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ആ ടൈറ്റിൽ ഇതിൽ റിമെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദ ടെൻഷൻ ഇൻ സ്ട്രിങ് ഈസ് ഈക്വൽ ടു ദ സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ ഇതിൽ വരുന്ന ടെൻഷൻ എന്ന് പറയുന്നത് എഫ് ആണ്, ഫോഴ്സ് എന്ന് പറയുന്നത് mr ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് തന്നെയാണ് ഈ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആയിട്ട് വരുന്നത്. സോ അത് mr ഒമേഗ സ്ക്വയർ എന്നാണ് ടെൻഷനെ നമ്മൾ കാണാൻ പറ്റും. സോ mr ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ m എന്ന് പറയുന്നത് 1 ആണ്, 1 kg മാസ്. അതുപോലെ r എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് 1 മീറ്റർ തന്നെയാണ് തന്നിട്ടുണ്ട്. 1 kg മാസ് തന്നിട്ടുണ്ട്, അതുപോലെ 1 മീറ്റർ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അല്ലേ, ആ സ്ട്രിങ് ഇങ്ങനെ കറക്കുമ്പം അതാണല്ലോ അതിൻ്റെ റേഡിയസ് ആയിട്ട് വരിക. സോ ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആംഗുലർ സ്പീഡ് 5 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. സോ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 1 × 1 × 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ന്യൂട്ടൺ എന്നുള്ളതാണ് ടെൻഷൻ ആയിട്ട് വരിക. അപ്പോൾ ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് തന്നെയാണ് എന്താണ്, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ തന്നെയാണ് നമ്മളുടെ എന്താണ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് തന്നെയാണ് നമ്മുടെ ടെൻഷൻ ആയിട്ട് വരുന്നത്. സോ അത് തന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ, 25 ന്യൂട്ടൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം. ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം ആയിട്ട് നമ്മൾ ഏതാണ് കാണുന്നത്? ഇതിൽ ഓപ്ഷൻസ് നോക്കാം. എ പാപ്പസ്-ഗുൾഡിനസ് തിയറം, ബി ഡിയലംബർട്ട്സ് പ്രിൻസിപ്പിൾ, സി ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഡി നൺ ഓഫ് ദി അബോവ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഡിയലംബർട്ട്സ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഡിയലംബർട്ട് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഡിയലംബർട്ട്സ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് എ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ ബോഡി ഇൻ മോഷൻ ഈസ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് ഇനേർഷ്യ ഫോഴ്സ് ഓഫ് ദ ബോഡി. If F is the resultant force, m is the mass of the body, and a is the acceleration of the body, then by D'Alembert's principle, F plus ma minus ma is equal to 0. ma is the inertia force of the body. Okay, അപ്പോൾ ഇതാണ് D'Alembert's principle ന്റെ ഒരു ഡെഫിനിഷൻ. ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ആ ഒരു എഫ് ഇസിക്കൽ ടു എം എ എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെയാണ് എഫ് പ്ലസ് മൈനസ് എം എ ഇസിക്കൽ ടു 0 എന്നുള്ള സംഭവമായിട്ട് കാണുന്നത്. അതാണ് ഡീലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a bullet weighing 200 gram is fired horizontally with a velocity of 0.725 meter per second from a gun carried on a carriage which together with the gun weighs 100 kg. The velocity of recoil of the gun will be. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതിൽ വെയിറ്റ് ഓഫ് ദ ബുള്ളറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. m1 is equal to 200 gram ആണ് തന്നിട്ടുണ്ട് അല്ലേ. m1 is equal to 200 gram, അതായത് 0.2 kg. നമുക്ക് കിലോഗ്രാമിലേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ 0.2 kg. വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എന്ന് പറയുന്നത് 0.725 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ m2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ഗൺ ആൻഡ് കാരേജ്, m2 എന്ന് പറയുന്നത് 100 kg ആണ്. ഓക്കെ, നെക്സ്റ്റ് വെലോസിറ്റി ഓഫ് റിക്കോയിലിംഗ് ആണ് നമുക്ക് കാണേണ്ടത്. അത് v2 എന്ന് നമുക്ക് assume ചെയ്യാം. So m1 v1 is equal to m2 v2 അല്ലേ, യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത് ഫസ്റ്റ് ഉണ്ടായിരുന്ന അതേ ആ ഒരു m1 v1 അത് തന്നെയായിരിക്കും ആഫ്റ്റർ ദ
എന്താണ് ഇവിടെ ഹിറ്റ് ചെയ്തോ എന്താ ചെയ്താലും ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. സോ m1 v1 is equal to m2 v2 എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ 0.2 ഇൻറ്റു ഇതിൽ m1 v1 is equal to m2 v2 എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ m1 എന്ന് പറയുന്നത് 0.2 ആണ്, 200 ഗ്രാം എന്നുള്ളത് നമ്മൾ ഗേജിലേക്ക് മാറ്റുമ്പോൾ 0.2 ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ 0.725 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു v2 എന്ന് വരും. സോ ഇവിടെ നമുക്ക് v2ൻ്റെ വാല്യൂ കാണാൻ പറ്റും 0.2 ഇൻറ്റു 0.725 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.00145 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ ഈ ആൻസർ ഇല്ല. സോ ആൻസർ 0.00145 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതിന് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ആൻസറും ഓപ്ഷനിൽ വരുന്നില്ല. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100 kg weight is suspended by two strings of length 6 cm and 8 cm from points in the same horizontal level 10 cm apart. Tension in the shortest string is. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു 100 kg വെയിറ്റിന് രണ്ട് സ്ട്രിങ്സ് ഒരു എന്താണ് ഒരു സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ 10 സെൻറ്റിമീറ്റർ അപ്പാർട്ട് രണ്ട് പോയിന്റ്സ് നിന്ന് ഇതൊരു 10 സെൻറ്റിമീറ്റർ അപ്പാർട്ടായിട്ടുള്ള രണ്ട് പോയിന്റ്സ് നിന്ന് ഒരു ഇതിന് നമ്മൾ 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും ഉള്ള രണ്ട് സ്ട്രിങ്സ് വെച്ചിട്ട് എന്താക്കിയിട്ടുണ്ട്, ഒരു വെയിറ്റിന് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വെയിറ്റ്. ഓക്കെ, ഇതാണ് 8 സെൻറ്റിമീറ്റർ ഉള്ള സ്ട്രിങ്. ഓക്കെ, ഇത് 6 സെൻറ്റിമീറ്റർ ഉള്ള സ്ട്രിങ്. ഓക്കെ, ഇത് 10 സെൻറ്റിമീറ്റർ അപ്പാർട്ടാണ് ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ 100 kg ആണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ടെൻഷൻ ഇൻ ദ ഷോർട്ടസ്റ്റ് സ്ട്രിങ് ആണ് കാണേണ്ടത്. ഓക്കെ, ഷോർട്ടസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ഇതിലുള്ള ടെൻഷനാണ് നമുക്ക് കാണേണ്ടത്. സോ ടെൻഷൻ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യണ തിയറി ഇതെന്ന് പറയുന്നത് ഇവിടെ ഒരു തീറ്റ ആണെങ്കിൽ ഇവിടെ ഒരു θ1, ഇവിടെ ഒരു θ2 നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എയും ഈ ഒരു പോയിന്റ് ബിയും ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലാമീസ് തിയറം അല്ലെങ്കിൽ ലാമീസ് സൈൻ റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഈ ഒരു ഇതിലുള്ളതിനെ T1 എന്നും ഇതിനെ T2 എന്നും വിളിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, T1 ബൈ സൈൻ, അതിൻ്റെ T1ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് θ1, ഈ ഒരു ആംഗിളാണ്. ഓക്കെ, T1 ബൈ സൈൻ θ1 ഇസ് ഈക്വൽ ടു T2 ബൈ സൈൻ θ2 എന്നുള്ളത് വരും. അതായത് T1 ബൈ സൈൻ θ1 ഈക്വൽ ടു T2 ബൈ സൈൻ θ2. അതുപോലെ അത് ഈക്വൽ ടു എന്തായിരിക്കും, ഇവിടെ ഉള്ളത് W ബൈ ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് W ആണ്, W ബൈ തീറ്റ സൈൻ തീറ്റ, W ബൈ സൈൻ തീറ്റ എന്നും കിട്ടും. സോ ഇതാണ് നമ്മുടെ ലാമീസ് തിയറം. ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിനെയും ഇതിനെ വെച്ചിട്ടുള്ള ലാമീസ് തിയറം യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ T2 is equal to sin θ2 by is equal T2 by sin θ2 is equal to W by sin θ എന്നുള്ളതും അതുപോലെ അതിൽ നിന്ന് നമുക്ക് T2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് sin θ2 ഇൻറ്റു W by sin θ എന്ന് കിട്ടും. അപ്പോൾ സൈൻ അതിനെ നമ്മൾ എന്താണ് ഇവിടെയുള്ള ആംഗിൾസിനെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആൽഫ 2യും ഇവിടെ ഒരു ആൽഫ 1ഉം നമ്മൾ അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ സൈൻ 90 പ്ലസ് ആൽഫ 2 എന്നുള്ളതാണ് സൈൻ θ2 എന്ന് പറയുന്നത്. സൈൻ θ2 എന്ന് പറയുന്നത് ഈ ഒരു θ2 എന്ന് പറയുന്നത് ആൽഫ 2 പ്ലസ് 90 ആണ് അല്ലേ. ഓക്കെ, പിന്നെ അതായത് നമുക്കിതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടാണ് നമുക്കിത് കാണാം അല്ലേ. ഇതൊരു 10, 6, 8 ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ
അതായത് 90 പ്ലസ് ആൽഫ 2 എന്ന് പറയുമ്പോൾ കോസ് ആൽഫ 2 എന്ന് വരും. അപ്പം ഇൻറ്റു സൈൻ ബൈ തീറ്റ എന്നൊക്കെ പറയുമ്പോൾ 8/10, അതായത് നമ്മൾ ഒരു ട്രയാങ്കിളിന് റൈറ്റ് ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ 8/10 ഇൻറ്റു 100 എന്ന് വരുമ്പോൾ 80 kg ആയിട്ടാണ് നമ്മളുടെ ആ ഒരു സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എന്ന് പറയുന്നത്. ഷോർട്ടസ്റ്റ് സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എന്ന് പറയുമ്പോൾ 80 kg ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്കത് പെട്ടെന്ന് ആൻസർ കൺസിഡർ ചെയ്യല്ല. നമുക്ക് ആ 10, 8, 6 എന്നുള്ള വാല്യൂസ് വെച്ച് നമുക്ക് നോക്കുമ്പോൾ അത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ആണ്. അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. സോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ ഓപ്ഷൻ സി 80 kg ആണ് നമ്മുടെ ഷോർട്ടസ്റ്റ് സ്ട്രിങ്ങിലെ ടെൻഷൻ എന്നുള്ളത് ആൻസർ കിട്ടും. Next question, time to reach the maximum height of a body projected vertically up with initial velocity u is. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ടൈം ടേക്കൺ ബൈ പ്രൊജക്ടൈൽ ടു റീച്ച് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അറിയാത്തവരുണ്ടെങ്കിൽ യു സൈൻ ആൽഫ അല്ലെങ്കിൽ സൈൻ തീറ്റ എന്താ ഇവിടെ ആ പ്രൊജക്ടൈലിൻ്റെ ആംഗിള് ബൈ ജി എന്നുള്ളതാണ് നമ്മളുടെ ടൈമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നേരത്തെ ആറിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആർ ഈസ് ഈക്വൽ അതിൽ റേഞ്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആയിരുന്നു. ഇവിടെ ടി എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു യു സൈൻ ആൽഫ ബൈ ജി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്താണ് തന്നിട്ടുള്ളത്, മാക്സിമം ഹൈറ്റ് ഓഫ് ബോഡി എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ടി മാക്സിമം എന്ന് പറയുന്നത് സൈൻ ആൽഫ മാക്സിമം ആകുമ്പോഴാണ്. അപ്പോൾ യു ബൈ ജി എന്നുള്ളതായിരിക്കും അല്ലേ. സൈൻ ആൽഫ മാക്സിമം എന്ന് പറയുന്നത് സൈൻ ആൽഫൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പം സൈൻ ആൽഫ മാക്സിമം ആകുമ്പോഴുള്ള വാല്യൂ ആണ് ആ ഒരു ടൈം ടി യു ബൈ ജി എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ ബി യു ബൈ ജി എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എ. If it acquires a velocity of 3 meter per second after having traveled a distance of 7.5 meter, the acceleration and the time taken to travel this distance are. അപ്പോൾ നമുക്കിവിടെ ആക്സിലറേഷനും ടൈം ടേക്കനും ഒക്കെ കാണാനുണ്ട്. സോ നമുക്ക് ആക്സിലറേഷൻ എന്താണെന്ന് അറിയില്ല, എ എന്ന് ഇരിക്കട്ടെ. നെക്സ്റ്റ് ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, ഒരു സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്നാണ് പറയുന്നത്. സോ യു ഈസ് ഈക്വൽ ടു 0 meter per second ആണ് അല്ലേ. Particle starts from rest and moves along a straight line with a constant acceleration a. If it acquires a velocity of 3 meter per second, അപ്പോൾ v എന്ന് പറയുന്നത് അല്ലേ, v എന്ന് പറയുന്നത് എത്രയാണ്, 3 meter per second ആണ്. ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത് 3 meter per second ആണ്. ആഫ്റ്റർ എത്ര ടൈം എന്ന് പറഞ്ഞത്, ഡിസ്റ്റൻസ് ഓഫ് 7.5 meter അല്ല, ഡിസ്റ്റൻസ് ആണ്, ടൈം നമുക്ക് തന്നിട്ടില്ല, ടി നമുക്ക് അറിയില്ല. സോ എസ് ഇസ് ഈക്വൽ ടു 7.5 മീറ്റർ ഒന്നും തന്നിട്ടുണ്ട്. സോ അപ്പം നമുക്കിവിടെ യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ എന്തൊക്കെയാണ്, നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന 2-3 ഇക്വേഷൻസ് ഉണ്ടല്ലോ. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഒരു ഇക്വേഷന്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വേറൊരു ഇക്വേഷൻ ഉള്ളത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് +1 +2 എന്നൊക്കെ തന്നെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ സോൾവ് ചെയ്യാൻ പറ്റും. സോ എന്താണ്, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ വി എന്ന് പറയുന്നത് 3 meter per second ആണെന്ന് നമുക്കറിയാം, യു എന്ന് പറയുന്നത് 0 ആണ്, എയും ടിയും നമുക്കറിയില്ല. അപ്പോൾ എ ടി ഈസ് ഈക്വൽ ടു 3 എന്നുള്ള ഒരു ഇക്വേഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എയും ടിയും ആണ് നമുക്ക് കാണാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ വി ഈസ് ഈക്വൽ ടു എത്രയാണ്, നമുക്ക് 3 ആണ് അല്ലേ. 3 സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്, ഈസ് ഈക്വൽ ടു 2a ഇൻറ്റു 2a നമുക്കറിയില്ല, എസ് എന്ന് പറയുന്നത് 7.5 ആണ്. ഓക്കെ, അപ്പം അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ എ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. എ വാല്യൂ എത്രയാണ്, 3 സ്ക്വയർ ബൈ 2 ഇൻറ്റു 7.5 അല്ലേ, 9/15 എന്ന് വരും, അതായത് 0.6 എന്ന് വരും.
0.6 meter per second square എന്ന് വരും നമ്മുടെ A വാല്യൂ. ആ വാല്യൂ നമ്മൾ ഇവിടെ 3 = 80 എന്നുള്ള ഈ ഇക്വേഷനിൽ എന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ടിന്റെ വാല്യൂ കിട്ടും. അതായത് T = 3/A എന്നുള്ള ആൻസർ കിട്ടും. 3/0.6 = 5 seconds എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുക. സോ നമ്മുടെ ഓപ്ഷൻ ആൻസർ ഏതാണ്? 0.6 meter per second സ്ക്വയറും അതുപോലെ 5 seconds ആണ് ടൈം എന്നുള്ളതും നമുക്ക് കിട്ടും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ അത് ഓർത്തിരിക്കുക. Next question, if the speed of a particle along a curved path is constant, which of the following is true? അപ്പം എന്താണ് കർവ്ഡ് പാത്തിൽ ഉള്ള സ്പീഡ് ഓഫ് പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ question. അപ്പോൾ ടാൻജൻഷ്യൽ ഓപ്ഷൻ എ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ is 0 and normal acceleration is non-zero. Okay, next, normal acceleration is 0 and tangential acceleration is non-zero. See, both tangential and normal acceleration are 0. ഇത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. ഒരു യൂണിഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റന്റ് കർവ്ഡ് പാത്തിൽ പോകുന്ന ഇതിന്റെ സ്പീഡ് അങ്ങനെ ആണെങ്കിൽ എന്താണ് നമ്മുടെ ടാൻജൻഷ്യൽ ആക്സിലറേഷന് 0യും അതുപോലെ നോർമൽ ആക്സിലറേഷന് non-zeroയും ആയിരിക്കും എന്നുള്ള തരത്തിൽ. ഓക്കെ, AT = 0 എന്നുള്ള നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. So next question, starting from rest, a particle moving along a circular path of radius r so that the distance traveled is given by the expression s is equal to ct square, where c is a constant. The tangential and normal acceleration of the particle are. Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? റേഡിയസ് 6 ആണ് അല്ലേ? റേഡിയസ് 6 ആണ്. ഓക്കെ, 6 മീറ്റർ. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ ആയിട്ട് തന്നിട്ടുള്ളത് s = ct സ്ക്വയർ എന്നാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് AT = r omega എന്നുള്ളതാണ് അല്ലേ? ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അല്ല r alpha എന്നുള്ളതാണ്. അതായത് d = d സ്ക്വയർ s by dt സ്ക്വയർ അല്ലേ? s എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിനെ 2 ടൈംസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. d സ്ക്വയർ ബൈ dt സ്ക്വയർ എന്നുള്ള ഇതിൽ എസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ct സ്ക്വയർ ആണ്. ഓക്കെ, അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ 2 ടൈംസ് നമ്മൾ ഈ ടി സ്ക്വയറിനെ 2 ടൈംസ് ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 2 പുറത്തുണ്ടാവും, 2c എന്ന് വരും. നമ്മുടെ ആൻസർ 2c എന്നായിരിക്കും വരുന്നത്. ആൽഫ ടി എന്ന് പറയുന്നത് അല്ല മീൻ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 2c ആണെന്ന് ആൻസർ വരും. ഓക്കെ, n എന്ന് പറയുന്നത് നോർമൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർമൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ v സ്ക്വയർ ബൈ r ആണ്. ഓക്കെ, v സ്ക്വയർ ബൈ r ആണ്. അപ്പോൾ v സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? v എന്ന് പറയുന്നത് ds ബൈ dt അല്ലേ? ഓക്കെ, അപ്പോൾ ds ബൈ dt ഹോൾ സ്ക്വയർ ബൈ r എന്ന് വരും. അപ്പോൾ ds ബൈ dt എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കണം. ഇതിവിടെ നെക്സ്റ്റ് വേറെ സെപ്പറേഷൻ ഉണ്ടോ? നെക്സ്റ്റ് എന്താണ് ds ബൈ dt എന്താന്ന് നോക്കണം. ds എന്ന് പറയുന്നത് ct സ്ക്വയർ ആണ്. അപ്പോൾ 2ct എന്ന് വരും അല്ലേ? ഓക്കെ, 2ct ഹോൾ സ്ക്വയർ ബൈ r എന്ന് വരും. അപ്പം നമുക്കതിനെ നമ്മൾ എന്താക്കിയതാ 4c സ്ക്വയർ t സ്ക്വയർ ബൈ r എന്നാണ് നമ്മളുടെ എന്താണ് an വരിക. സോ അതാണ് ഓപ്ഷൻ എ. 2c ആയിരിക്കും 4t സ്ക്വയർ c സ്ക്വയർ t സ്ക്വയർ ബൈ r എന്നുള്ളതാണ് നോർമൽ ആക്സിലറേഷൻ എന്നുള്ളതും നമ്മുടെ ആൻസർ കിട്ടും. Next question, if the linear momentum of a particle is increased by 50%, its kinetic energy will be increased by. Okay, നമ്മുടെ മൊമെന്റം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് 50% ആണ്. അപ്പോൾ നമ്മുടെ p = mv. ഓക്കെ, p എന്ന് പറയുന്നത് 50%. നമുക്ക് ഇക്വേഷന് നമുക്ക് എഴുതാം ആദ്യം. p = mv. ഓക്കെ, p = mv യിൽ p നമ്മൾ ലീനിയർ മൊമെന്റ് ഓഫ് പാർട്ടിക്കിൾ 50% ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1.5. മാസ് എന്തായാലും ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ സെയിം ഇതിൽ ഇൻക്രീസ് ആവില്ലല്ലോ. അപ്പോൾ വെലോസിറ്റിയും
50% ഇൻക്രീസ് ആയി എന്നുള്ളതാണ്. അത് 1 പ്ലസ് 50%, 50/100 എന്ന് പറയുമ്പോൾ 1.5 വി ആയിട്ടാണ് വരിക. വി ഇസ് ഈക്വൽ ടു 1.5 വി എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്, എത്രയാണ്, നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ ഇതാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². ഓക്കെ, ഹാഫ് mv² ആണ് നമ്മുടെ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷന്. അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, v² പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എന്താണ് ചേഞ്ച് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. E1/E2 എന്ന് പറയുന്നത് v1² v2² എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ v1 എന്ന് പറയുന്നത് v ആണ്, നെക്സ്റ്റ് 1.5 v ആണ്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് 1/1.5² എന്ന് വരും. ഓക്കെ, അപ്പോൾ 1/2.25 എന്നുള്ളതാണ് അവിടെ വരും. അപ്പോൾ E2 എന്ന് പറയുന്നത് 2.25 E1 ആയിട്ട് വരും. അതായത് 225% ഇൻക്രീസ് ആണ് വരിക അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി നമ്മൾ എത്ര വരും, ഇൻക്രീസസ് ബൈ 50%, അതായത് കൈനറ്റിക് എനർജി ഇൻക്രീസ്ഡ് ബൈ 125%. ഓക്കെ, 125% ആണ് നമ്മുടെ ഇൻക്രീസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനി ഈ ഒരു വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ബാക്കിയുള്ള നെക്സ്റ്റ് ഉള്ള പോർഷൻസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ എന്താണ് ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.